അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് പ്രൊജക്റ്റ് ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി എങ്ങനെയാണ് പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരുപാട് ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഫോൾഡർ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരാളുടെ വർക്ക് വേറെ ആരെങ്കിലും ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയലുകളും കാര്യങ്ങളും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും എവിടെയാണെന്നുള്ള തപ്പി നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ആ ഒരു ഫോൾഡറിൻ്റെ അകത്തുണ്ടാവും. അതാണ് പ്രൊജക്റ്റ് ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറേ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫ്രണ്ടിലുണ്ടാവും. അതിൽ ഓട്ടോ ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ 3D Max എന്തെങ്കിലും കാരണവശാൽ എററുകളോ കാര്യങ്ങൾ സംഭവിച്ച് ജസ്റ്റ് എററായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓട്ടോ ബാക്കപ്പ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്തുകൊണ്ടിരിക്കും കുറച്ച് നേരം കൂടുമ്പോൾ. അപ്പോൾ ആ സേവ് ചെയ്താണ് അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ എറർ ചെയ്യണം. അതിന് തൊട്ട് മുന്നേ സേവ് ചെയ്താണ് ഭാഗങ്ങൾ നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ ബാക്കപ്പിൽ. അതിലൊരു 3 ഫയലുകളും കാര്യങ്ങളുണ്ടാവും. ഈ പ്രൊജക്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ C ഡ്രൈവിലും കാര്യങ്ങളിലും പോയിട്ട് നമുക്കത് തപ്പിയെടുക്കേണ്ട കാര്യം വരും. അതുകൊണ്ട് ഓരോ പ്രൊജക്റ്റ് ഫോൾഡർ ഉണ്ടെങ്കിൽ ആ ഫയലുകൾ ആ പ്രൊജക്റ്റ് ഫോൾഡറിലായിട്ട് ലാസ്റ്റ് ഉണ്ടാക്കിയ പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ അകത്തേക്കായിരിക്കും അത് വരാം. അടുത്തെന്ന് പറയാനായിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോകാഡ് ഫയലുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വയ്ക്കുന്നത് ഇതിലാണ്. നമ്മൾ വർക്കിൻ്റെ ആവശ്യമുള്ള ഓട്ടോകാഡ് ഫയൽസുകളും കാര്യങ്ങളൊക്കെ ഇതിലേക്കാണ് ഇമ്പോർട്ടിലാണ് സേവ് ചെയ്തത്. അതിൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ റെൻഡർ ഔട്ട്പുട്ട്, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഓട്ടോകാഡ് 3D Maxൻ്റെ റെൻഡർ ചെയ്തതിൻ്റെ ഔട്ട്പുട്ടുകൾ, അതായത് റെൻഡർ ചെയ്യുന്ന പിക്ചറുകളൊക്കെ സേവ് ചെയ്യുന്നത് ഈ ഒരു ഫയലിലാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. അടുത്തെന്ന് പറയാനായിട്ട് CNCയിൽ ഇമേജിലാണ് നമ്മൾ മെറ്റീരിയൽസ് സേവ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ CNCയിൽ ഇമേജിൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വയ്ക്കുന്നു. അതിനിടയിൽ വരുന്ന CNCയിലാണ് നമ്മൾ ഫയലുകളും, അതായത് ഓട്ടോകാഡിൻ്റെ 3D Maxൻ്റെ ഫയലുകൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ സേവ് ചെയ്ത് വയ്ക്കുന്നത് ഈ CNCയിലാണ്. അപ്പോൾ ഇതേപോലെ ഓരോ ഫോൾഡറിനുള്ള സെപ്പറേറ്റ് ഫോൾഡറുകളുള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എവിടെയൊക്കെ കിടക്കണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഒരാൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ കണ്ടിന്യൂഷൻ വേറെ ആൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളിതിൻ്റെ കൂടെ ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫയൽ നമ്മൾ ഫോൾഡർ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചെയ്ത വർക്ക് വേറെ ആൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ അർച്ചീവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യും. അർച്ചീവ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് നമ്മൾ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ ആക്കി നമ്മളൊരു വേറെ സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ മെയിൽ ചെയ്ത് നമുക്ക് വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പല ഫയലുകളും കാര്യങ്ങളൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫയലിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ കൂടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒക്കെ കൂടി അർച്ചീവ് ചെയ്തിട്ട് അത് സേവ് ചെയ്തിട്ട് ആ ഒരൊറ്റ ഫോൾഡർ പോലെ ഇതായിട്ട് മാത്രമാണ് നമ്മളത് കൊണ്ടുപോകുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. അതിലുള്ള അപ്പോൾ മെറ്റീരിയൽ വർക്ക് 3D Maxൻ്റെ ഫയലുകൾ കാര്യങ്ങളൊക്കെ അതിൽ കയറി കൊടുക്കും. നമ്മൾ ഫോൾഡറിൽ എന്തൊക്കെ സേവ് ചെയ്താണ് അതൊക്കെ അതിൽ അർച്ചീവിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3D Max ഓപ്പൺ ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ മുന്നേ ചെയ്തിട്ട് വർക്ക് നമ്മൾ വേറൊരു കമ്പ്യൂട്ടറിൽ വേറൊരു സിസ്റ്റത്തിൽ കൊണ്ടുപോയി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മെറ്റീരിയൽ മിസ്സാവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പെൻ ഡ്രൈവിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ കയറ്റി നമ്മൾ ഹാർഡ് ഡിസ്ക് ഊരി രണ്ടാമതൊരു ഇത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് മിക്കപ്പോഴും ചിലപ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ഫയലുകളിൽ മെറ്റീരിയൽസ് മിസ്സാവുമ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോൾഡറിലേക്ക് ഇതേപോലെ നമ്മൾ CNCയിൽ ഇമേജിൽ നമ്മൾ മെറ്റീരിയൽസൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ട്രാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3D Maxൻ്റെ മാക്സിൽ തുറന്നിട്ട് റെഫറൻസിൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള ബോക്സ് തുറക്കുന്ന സമയത്ത് ഇതിൽ കുറേ മെറ്റീരിയൽ നമുക്ക് മിസ്സായത് കാണാൻ പറ്റും. അപ്പോൾ മിസ് ചെയ്യണത് ഫയൽ മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. മോക്കെ എന്നുള്ളതിൽ മിസ്സായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മൾ ഫയൽ മിസ്സിങ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ മിസ് ചെയ്ത ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മളിപ്പോൾ ഓളായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഓൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ഞെക്കിയിട്ട് അതിൽ സെറ്റ് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഇത് ഞെക്കിയിട്ട് അതിൽ നമ്മൾ
എവിടെയാണ് മെറ്റീരിയലിൻ്റെ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ, അതായത് 3D Maxൻ്റെ പ്രൊജക്റ്റ് ഫോൾഡർ എവിടെയാണ് സേവ് ചെയ്ത് വെച്ചാൽ അതിൽ നമ്മൾ CNCയിൽ ഇമേജസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മെറ്റീരിയൽ അതിൽ യൂസ് പാത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എല്ലാ മിസ്സായ ഫയലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫയൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അർച്ചീവ് ചെയ്യാനായിട്ട് സേവാസിലാണ് അർച്ചീവ് കൊടുക്കണം. സേവാസിൽ അർച്ചീവ് ജസ്റ്റ് അർച്ചീവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ഓപ്പണായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D Maxൻ്റെ ഫയലുകളൊക്കെ സേവ് ചെയ്യണ മറ്റേ CNCയിൽ തന്നെയാണ് നമ്മളിതിൽ സേവ് ചെയ്യണത്. ആ CNCയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഏതാണ് ഫയലിൻ്റെ പേരും കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുന്നു. അപ്പോൾ ഒരു കുറച്ച് നേരം ടൈം എടുക്കും. ആ ഫയലിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഫയലിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ അനുസരിച്ച് കുറച്ച് നേരം സമയം പിടിക്കും. ആ സമയത്തിന് ശേഷം ജസ്റ്റ് കുറച്ച് നമ്മുടെ ഫയലിൻ്റെ വലിപ്പം അനുസരിച്ച് കുറച്ച് നേരം സമയം പിടിക്കും. അതിന് ശേഷം നമുക്ക് അതിൻ്റെ അർച്ചീവായിട്ട് ഫയൽ കിട്ടുന്നതാണ്.